ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഖത്തറിലിപ്പം ഭയങ്കര തണുപ്പായിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ കുറച്ച് ദിവസമായി. ഇപ്പോൾ തണുപ്പെല്ലാം ഒന്ന് സെറ്റായി വരുന്നതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്നിട്ട് പേൾ ഖത്തറിനടുത്തായിട്ട് ഇപ്പം പുതിയൊരു സ്പോട്ട് തുറന്നിട്ടുണ്ട്, ജിവാൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. ജിവാൻ ഐലൻഡ് എന്ന് തന്നെ തോന്നുന്നു പറയുന്നതിന്. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റിംഗ് എല്ലാം ആയിട്ട് ഒരു ക്രിസ്റ്റൽ ലുക്കുള്ളൊരു സ്ഥലം. അത് നമുക്കിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാം. സംഭവം ഒരേ പാറ്റേണിൽ അങ്ങനെ നീണ്ടിട്ട് എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നോക്കിയപ്പോൾ മതി വരുന്നില്ല. അടുത്ത ലൈറ്റും അടുത്തൊരു സെറ്റിങ്ങും അടുത്തൊരു ആംബിയൻസ് എല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ട് നമുക്കടുത്ത് വരാനേ തോന്നില്ല. അങ്ങനെ കുറേ നേരം എന്തെല്ലാം നോക്കിയിട്ട് നിന്ന്. പിന്നെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഒന്നില്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനത്തെ ലൈറ്റിങ്സ് എല്ലാം കാണാനും അങ്ങനത്തെ എല്ലാം ഒരു അട്രാക്ഷൻ. പിള്ളേർക്ക് മാത്രമല്ല, ഇപ്പം നമുക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ നല്ല മജയുണ്ട് അവിടെ. പിന്നെ ഫോട്ടോ എല്ലാം എടുക്കാൻ അടിപൊളി ലൊക്കേഷൻ. അത് നമുക്ക് ഭയങ്കര ലൈറ്റിംഗ് അല്ല, അപ്പം ഫോട്ടോ എല്ലാം എടുക്കാൻ നല്ല. എൻ്റെ മോനായെങ്കിലും ഒന്നവിടെ പോയെങ്കിലും ഇഷ്ടപ്പെടില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മടുക്കും. ഇത് നല്ല ലൈറ്റെല്ലാം ഉള്ളതുകൊണ്ട് അടിപൊളിയിൽ നോക്കിയിട്ട് അടിയേ ഇരുന്നില്ല ഞാൻ. പിന്നെ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ബീച്ച് സൈഡായിട്ടും ഇതേപോലെ തന്നെ നല്ല ലൈറ്റിംഗ് എല്ലാം ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിലും ട്രീസ് എല്ലാം ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫുള്ള് ലൈറ്റിംഗ് ആക്കിയിട്ട്, പിന്നെ സൈഡ് നമ്മളെ ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ ഉണ്ടാവും, അപ്പം അതുപോലെ തന്നെ ഈ ലൈറ്റിൽ സെറ്റാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡാക്കി. പിന്നെ അവിടെ എന്തെല്ലാം ഓപ്പൺ ആവണത്ര, ജസ്റ്റ് ഇപ്പം ഈ ഒരു ക്രിസ്റ്റൽ പാത്ത് വേ മാത്രം അവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എന്തായാലും എന്നൊരിക്കും പോകേണ്ട ഒരു പ്ലേസ് തന്നെ അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് എല്ലാം 17 എത്തിയിരിക്കുകയോ 14, 13 എല്ലാം ഉണ്ടായി. രാത്രി മിഡ് നൈറ്റെല്ലാം നമുക്ക് 11, 10 വരെ എത്തിയ ദിവസമുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ചൊന്ന് നോർമലായിക്കൊണ്ട് വരുന്നുണ്ട്, തണുപ്പെല്ലാം കുറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്ന്. റൂമിൽ വരുമ്പം റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് ഫുഡും പാർസലാക്കിയിട്ടായിട്ടാണ് റൂമിലേക്ക് പോയത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കണം, അതിനൊന്നിച്ചിട്ട് തന്നെ സബ്സ്ക്രൈബ് നോക്കണം, പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.